ഹായ്, ഇന്ന് നുറുക്ക് ഗോതമ്പ് ഉപ്മാവാക്കുന്ന വീഡിയോ ആണ്. അതിനൊരു ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ പച്ചമുളകില്ലേ, അതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ചൊയ്യുള്ള പച്ചമുളകാണ്, നല്ല ടേസ്റ്റാണ് അതിന് പിന്നെ അധികം എരിവുമില്ല. അതുകൊണ്ട് ഞാൻ ആ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളിയും എടുത്തിട്ടുണ്ട്, സവാള. അതിൻ്റെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് മുറിച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ടതിന് ശേഷം കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്നുപരിപ്പ് ഇടുന്നത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഉഴുന്നുപരിപ്പ് ഇട്ട് ഒരു 2 ചുവന്ന മുളക് അത് മുറിച്ചെടുത്തിട്ട് അത് ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാൻ പിന്നെ കറിവേപ്പില എടുത്തിട്ടില്ല, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കറിവേപ്പില എടുക്കുമായിരുന്നു. പിന്നെ ഞാനൊരു സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വഴറ്റിയിട്ടാകുമ്പം കുറച്ച് ഉപ്പും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. അതിൽ വേണ്ടുന്ന ഉപ്പന്നെ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ വേഗം ഇത് വാടിയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ അതിലേക്ക് പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു. കുറച്ചധികം ചൂടുവെള്ളം ഒഴിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ നുറുക്ക് ഗോതമ്പ് എടുക്കുന്നത് അതിനെക്കാട്ടിയും കൂടുതലായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത്ര പോലെയാണ് നുറുക്ക് ഗോതമ്പ് എടുത്തത്, അതിനെക്കാട്ടി കുറച്ചധികം തന്നെയാണ് ചൂടുവെള്ളം എടുത്തിട്ടുള്ളത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് കറക്റ്റ് ഒന്ന് നോക്കണം കേട്ടോ, എന്നാലും മാത്രമേ അതിന് ഉപ്പ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയും ചെയ്യണം. എന്നിട്ട് തീ കുറച്ച് വെച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം അടച്ച് വെക്കുക. എന്നിട്ട് അതൊന്ന് തുറന്ന് നോക്കുക. അപ്പോഴേക്കും ഏകദേശം നല്ല ഇങ്ങനെ കുഴഞ്ഞ് വന്നിട്ടുണ്ടാവും. ഈ ഒരു പരുവത്തിലാകുമ്പം തന്നെ കുറച്ച് തേങ്ങയും കൂടി ചിരകിയിട്ടിട്ട് തീ ഓഫ് ചെയ്യുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചാൽ മതി. അന്നേരം തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള ഉപ്മാവ് കിട്ടും. ഈ ഉപ്മാവ് വെറുങ്ങനെ കഴിക്കുകയാണെങ്കിൽ വെറുങ്ങനെ കഴിക്കുക. അതല്ലെങ്കിൽ വേണ്ടിക്കിൽ മാത്രമേ പഴമോ അല്ലെങ്കിൽ കറിയോ ചേർത്ത് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. രാത്രിക്ക് ഡിന്നറിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഉപ്മാവാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.